ഈ ഡ്രാഗൺ കടിക്കുമോ? കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ചിരിക്കാനുള്ളതുണ്ട്, അല്ലാതെ കുഴപ്പമില്ലാതെ കാണാൻ. കോപ്പിയുടെ എല്ലാം ഒരു ക്യാമിയോ പോലെ ഉണ്ട്. ഒരു സംഭവം കൊള്ളാമായിരുന്നു ബ്രോ, പടം നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു കൊച്ചു ക്യാമിയോ ഉണ്ട്, അത് കൊള്ളാം, രസമുള്ള പടമാണ്. പറയാൻ നല്ല ആക്ടിങ് ആണ്. പിന്നെ ലാസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ഓണസ്റ്റ് ആവണം എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല 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 സിനിമയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ചിരിയായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. അത് നല്ലോണം വർക്കായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. സോങ്സ് കുഴപ്പമില്ല, നല്ല നല്ല സോങ്സ് തന്നെ. നല്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. ഇപ്പോൾ ഇമോഷണൽ നല്ല കണക്ട് ആയിട്ടുണ്ട്. കോമഡി വർക്കും പ്രതിഭ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സോങ്സും അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. മൊത്തം എൻ്റർടൈനറാണ്. ഉണ്ടായിരുന്നു. സൂപ്പർ. കൊള്ളായിരുന്നു. എടുത്തു പറയാൻ നല്ല പടമാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാ, വേറൊന്നും പറയില്ല. ലവ് ടുഡേനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാ പടം, മസ്റ്റ് വാച്ച്. അതെ അതെ അതെ, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഇമോഷണൽ എല്ലാം ഉണ്ട്, ഫുള്ളി പാക്ഡ് ആ പടം. കൊള്ളായിരുന്നു. ഫൺ മൂഡായിട്ട് കണ്ടിരിക്കും. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. നല്ല റോളുണ്ട്. ആ ഒരു സീക്വൻസ് ആണ് കാണിക്കുന്നുണ്ട്. പ്രേമത്തിലൊരു ടച്ചും കൊണ്ടുവരണുണ്ട്. അതൊരു വേറെ ടൈപ്പ് എന്തായാലും കാണാം, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഡിഗ്രീസൊക്കെ കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ഉള്ള വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതൊക്കെയാണ് പുള്ളിക്കാരൻ കാണിച്ചത്. എനിക്ക് വർക്കായി, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, വർക്കാവും എന്തായാലും. ജീവിതമായിട്ട് നല്ലോണം കണക്ട് ചെയ്യാൻ, ഡെയിലി ലൈഫായിട്ട് നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റിയ നല്ല സീൻസ് ആയിരുന്നു. അശ്വത്തിൻ്റെ പ്രീവിയസ് ഓമൈ കടവിൽ വെച്ച് നോക്കുമ്പം തോന്നില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു.